Yes. Before getting into revision, let me ask one thing. Before discussing about redox reaction, can I ask one question? Can anyone say what is the definition for redox reaction? Can anyone say what is the definition? എന്താണ് redox reaction? What is the speciality of redox reaction? Can anyone say? Can anyone say? എവിടെ അല്ലേ നമുക്കൊന്നും അറിയില്ല സാറേ. Redox reaction. Before that, let me ask you one question. Can anyone say? Can anyone say? Very good, Dia. Very good, Dia. Okay. What is oxidation? എനിക്ക് ഇതിനൊക്കെ ആൻസർ അറിയണം. And now you need to tell me what is reduction. എന്താണ് ഓക്സിഡേഷൻ? എന്താണ് റിഡക്ഷൻ? എന്താണ് ഓക്സിഡേഷൻ? എന്താണ് റിഡക്ഷൻ? Yes. I am receiving so many answers. Aditya Santosh is posting the answer. Okay, Malavika, കുറെ പേര്. നമ്മൾ നോളജ് നൈറ്റ് റീലോഞ്ച് ആയതുകൊണ്ട് ഇന്ന് കുറച്ച് സമാധാനത്തോടെ പോയാൽ മതി. നമ്മൾ സെറ്റായ ശേഷം നമുക്ക് സ്പീഡ് പെട്ടെന്ന് കൂട്ടാം. ഇന്നൊന്ന് കുറച്ച് ദിവസത്തിന് ശേഷം നോളജ് നൈറ്റ് തുടങ്ങുന്നു. ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട് ഇതില്. ഓക്സിഡേഷന് കുറെ ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്സിഡേഷന്റെ ഡെഫിനിഷൻസ് സാർ പറഞ്ഞുതരാം. യെസ്. Oxidation and reduction. Reduction. Sir, oxidation addition of oxygen. One definition. Addition of oxygen. Oxygen add ചെയ്യുന്ന reaction oxidation. Oxygen add ചെയ്യുന്ന reaction oxidation. Oxygen add ചെയ്യുന്ന reaction oxidation. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അവിടെ എന്തായിരിക്കും? ഇതൊന്ന് തീർക്കാം. എന്നിട്ട് അത് പോലെ ഇടയ്ക്കിടയ്ക്ക് കളർ മാറ്റാൻ വയ്യേ. Addition of oxygen. Yes. അല്ലെങ്കിൽ removal of hydrogen. Removal of hydrogen is also a definition for oxidation. Any other definition? Yes. Increase in oxidation number. Oxidation number. O എന്ന് വെച്ചാൽ oxidation number. Oxidation numberല് ഉണ്ടാവുന്ന increase കൂടുക. Oxidation number കൂടി എന്ന് പറഞ്ഞാൽ the meaning is oxidation reaction. ഒരു റിയാക്ഷനിൽ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാണ് ചെയ്തതെങ്കിൽ that reaction is oxidation. അപ്പൊ increase in oxidation number. പിന്നെ നമുക്ക് ഒരു ഡെഫിനിഷൻ കൂടി വേണമെങ്കിൽ പറയാം. എന്ത് പറയാം? ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ loss of electrons. There are 4 definitions, my dear students. There are 4 definitions for oxidation. Is it clear or not? How many of you agree with me? എത്ര പേർക്ക് സംഭവം സെറ്റ് ആയി? സാർ പറഞ്ഞ സെറ്റ്. സാറുടെ ശബ്ദം കേട്ടതും ഞങ്ങൾക്ക് പഴയ എനർജി തിരിച്ചു കിട്ടി. സാറുടെ ഒച്ച കേട്ടതും തന്നെ ഞങ്ങൾക്ക് ആ പഴയ എനർജിയൊക്കെ തിരിച്ചു വന്നു. സാർ ഒക്കെ സെറ്റ്. ഓക്സിഡേഷന്റെ 4 ഡെഫിനിഷനും സെറ്റ്. സാർ ഓക്സിഡേഷന്റെ 4 ഡെഫിനിഷനും സെറ്റ്. യെസ് ഫർഹാൻ, താങ്ക് യു. ഓക്സിഡേഷന്റെ 4 ഡെഫിനിഷൻ. ഇനി റിഡക്ഷൻ നമുക്ക് വളരെ സിമ്പിൾ ആണ് മക്കളെ. റിഡക്ഷന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരെ ഓപ്പോസിറ്റ്. ഇവിടെ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഇവിടെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ ഇവിടെ റിമൂവൽ ഓഫ് ഓക്സിജൻ. ഇവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ ഇവിടെ റിഡക്ഷൻ എന്ന് വെച്ചാൽ decrease in oxidation number. Loss of electrons ആണെങ്കിൽ here it is gain of electron. ഇതാണ് ബേസ്. ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്രയും വിവരം ഉണ്ടാവണം. ഒരു ബേസിക് പ്രീ റിക്വസിറ്റ്. ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്രയും വിവരം ഉണ്ടാവണം. ഓക്കെ ഓർ നോട്ട്? ടെൽ മീ. യെസ് ഗുഡ്. ഇത്രയും ഡീറ്റെയിൽ നമുക്ക് കിട്ടിക്കാൻ നമ്മൾ വി ഷുഡ് ബി ഹാപ്പി. സെറ്റാണ് സാർ. അടിപൊളി സാർ.
സെറ്റ് ആണ് സാർ? യെസ്, യെസ്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. സിമ്പിൾ. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഒരു ഡെഫിനിഷൻ അല്ല, ഈ 4 ഡെഫിനിഷനും ഓക്സിഡേഷൻ അപ്ലിക്കബിൾ ആണ്. റിഡക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡെഫിനിഷൻ അല്ല, ഈ 4 ഡെഫിനിഷനും റിഡക്ഷൻ റിയാക്ഷന് അപ്ലിക്കബിൾ ആണ്. യെസ്, യെസ്. ഇനി ഏത് മണ്ടെന്ന് പറയില്ല, ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആണല്ലോ ആഡ് ചെയ്യുക. അപ്പൊ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ അല്ല, അപ്പൊ ഹൈഡ്രജൻ. പിന്നെ നേരെ ഓപ്പോസിറ്റ്, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ റിമൂവ്. ശത്രുക്കളാണല്ലോ രണ്ടു കൂട്ടി. ഓക്കെ, യെസ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, അവിടെ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺസ്, അവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. സെറ്റ് അല്ലേ? സെറ്റ് ആണോ അല്ലയോ? യെസ്, യെസ്, ഗുഡ്. ഇതില് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, ഓർത്ത് വെക്കാൻ. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഒരു സാധനം സാറ് പറഞ്ഞുതരാം. ഈ 2 സാധനങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാറുണ്ട് കുട്ടികൾക്ക്. ഈ 2 ടോപ്പിക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാറുണ്ട്. ഇത് ഓർത്ത് വെക്കാൻ സാറിന് ഷോർട്ട് കട്ട് പറയാം. ഓയിൽ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. യു ക്യാൻ മെമ്മറൈസ് ഇറ്റ് ആസ് ഓയിൽ. ലിയോ ഒന്നും വേണ്ട, ലിയോ കറക്ക് സാറുടെ ടിപ്സ് സഞ്ജയ്, ഇറ്റ് വിൽ ബി മോർ ഈസിയർ. നിങ്ങൾക്ക് ലിയോ ഗർ മറ്റത് മറിച്ചത് എന്നൊക്കെ പറയണത് നിങ്ങളുടെ ഏതെങ്കിലും ഹിന്ദി യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ടീച്ചർമാർ പറഞ്ഞിരുന്നായിരിക്കും. ഇവിടെ ഞാൻ വളരെ ഈസിയാണ്. ഓയിൽ, യു ജസ്റ്റ് തിങ്ക് ഓഫ് ഓയിൽ. വാട്ട് ഈസ് ഓയിൽ? O for oxidation, I for ease, L for loss. So my dear students, oxidation is always loss of electrons. Oxidation loss ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിഡക്ഷൻ ഗെയിൻ ആയിരിക്കും. അവിടെ മാത്രം ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അവിടെ സാറ് ന്യൂമോണിക് ഇട്ട് കൊളുത്തി. Is it superb or not? I need your response. Is it superb or not? Is it superb or not? Please respond. ഇവിടെ മാത്രം നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണോ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണോ എന്ന്. സൂര്യജിത്തെ വെരി ഗുഡ്. ഓക്സിഡേഷൻ ഗെയിൻ ആണോ ലോസ് ആണോ എന്നുള്ളത് ഓയിൽ എന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഓയിൽ ആലോചിച്ച എളുപ്പമല്ലേ? ഓയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. Now the students who are attending today's knowledge night has a clear idea about oxidation and reduction. Say yes or no. ഇന്ന് സാറ് ക്ലാസ് അറ്റൻഡ് ചെയ്യണ എല്ലാവർക്കും എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് വൃത്തിയായി സാർ. Say yes or no. Wow, very good. Arvind rocks. Abhishek, thank you. Giridhar. അപ്പൊ ഓക്സിഡേഷന്റെ കാര്യം സെറ്റ്. ഇനി നമുക്ക് എന്താണ് റിഡോക്സ് റിയാക്ഷൻ? ചാപ്റ്ററിന്റെ പേര് റിഡോക്സ് റിയാക്ഷൻ എന്നാണ്. My dear students, let me tell you a reaction in which both reduction and oxidation, രണ്ടുപേർക്കും ഡി ബാധകമാണ്. റിഡക്ഷന്റെ ഡി, ഓക്സിഡേഷന്റെ ഡി. റിഡക്ഷനും ഓക്സിഡേഷനും രണ്ടും കൂടി നടക്കുന്ന റിയാക്ഷൻ, both will occur simultaneously. A reaction in which both reduction and oxidation happens or occurs is called as redox reaction. How many of you got clarity about redox reaction? Please respond. I need. Sare poli എന്താ റിഡക്ഷൻ എന്ന് സാർ പഠിപ്പിച്ചു, എന്താ ഓക്സിഡേഷൻ എന്ന് പഠിപ്പിച്ചു. ഇത് രണ്ടും ഒറ്റ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അപ്രകാരമുള്ള റിയാക്ഷൻ ആണ് റിഡോക്സ് റിയാക്ഷൻ. യെസ് സെറ്റ് ആണെങ്കിൽ പറയണം. സെറ്റ് ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ബിസ്മയ ഗുഡ്, ശ്രീകലേഷ്, പത്മ, സൂര്യജിത്ത് വെരി ഗുഡ്. യെസ് അനുഷ്ക ഗുഡ്. യെസ് ഇതിൽ ബേസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലൻസിങ് ഈസിയാവും. ഒരു പീരീഡ് കൂടെ ബാലൻസ് തീർക്കാം. ബേസ് അറിയാത്തോടാണ് ഭ്രാന്താവണത്. സെറ്റ് അല്ലേ? യെസ് സെറ്റ്. എല്ലാവർക്കും സെറ്റ് അല്ലേ? യെസ് സെറ്റ് അല്ലേ? യെസ് ഗുഡ്. ഇഷാൻ കയറിയല്ലോ അല്ലേ? ഓക്കെ ഗുഡ്. സഫാന മോള് കയറിയിട്ടുണ്ടല്ലോ.
എന്തെങ്കിലുമൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ശ്രീനിധി, യു ഷുഡ് റെസ്പോണ്ട്. അദ്വൈത് വർമ്മ, യു ഷുഡ് റെസ്പോണ്ട്. ഒരു പാഠം കയ്യിൽ കിട്ടിയ 4 മാർക്ക് കയ്യിലായി. ഇതേപോലെ ഒരു 10 ചാപ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ 40 മാർക്ക് കയ്യിലാവും. അങ്ങനെ ആലോചിച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ. പ്ലീസ് മക്കളെ റെസ്പോണ്ട് ചെയ്യും. ഞാൻ ഇന്ന് ഇത്തിരി സ്ലോയിൽ പോകാൻ കാരണം നമ്മളൊരു ബ്രേക്ക് കഴിഞ്ഞ ശേഷം തുടങ്ങുന്ന നോളജ് നൈറ്റ് ആണ്. ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന നോളജ് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇത്തിരി ഒന്ന് പേസ് കുറച്ച് നിങ്ങളെ ഒന്ന് അഡാപ്റ്റ് ചെയ്യിപ്പിച്ച് അടുത്ത ക്ലാസ് മുതൽ പറക്കും. ഓക്കെ ഓക്കെ യെസ് ക്ലിയർ. അപ്പൊ ഏതൊരു റിയാക്ഷനിലാണോ both reduction and oxidation take place, that reaction is called as redox reaction. And can anyone say what is the speciality of redox reaction? എന്തുകൊണ്ട് സാർ ഈ റിഡോക്സ് റിയാക്ഷൻ ഇത്ര ഇമ്പോർട്ടന്റ്? പൊന്നു മക്കൾ മനസ്സിലാക്കിക്കോ. ഒട്ടുമിക്ക ഇമ്പോർട്ടന്റ് യൂസ്ഫുൾ റിയാക്ഷൻസ്, കെമിസ്ട്രിയിലുള്ള ഒട്ടുമിക്ക യൂസ്ഫുൾ റിയാക്ഷൻസ്, കെമിസ്ട്രിയിലുള്ള ഒട്ടുമിക്ക ഇമ്പോർട്ടന്റ് റിയാക്ഷൻസും ദേ ആർ റിഡോക്സ് റിയാക്ഷൻസ്. ഇമ്പോർട്ടന്റ് എന്നല്ല ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഉദാഹരണത്തിന് ടൈട്രേഷൻ എത്ര പേര് കേട്ടിട്ടുണ്ട്? നിങ്ങൾക്ക് ലബോറട്ടറി ഉണ്ട്, പ്രാക്ടിക്കൽ. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലബോറട്ടറി ഉണ്ട് കെമിസ്ട്രിയിൽ. എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കാൻ ഞാൻ പറയാണ്, ഈ ടൈട്രേഷൻ റിയാക്ഷൻസ് കംപ്ലീറ്റ് റിഡോക്സ് ആണ്. ടൈട്രേഷൻ റിയാക്ഷൻസ് കംപ്ലീറ്റ് റിഡോക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ മനസ്സിലായിണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ മനസ്സിലായിട്ടോ ഇല്ലയോ? മനസ്സിലായോ ഇല്ലയോ? യെസ് എക്സാക്ട് കറക്റ്റ്. ബ്യൂററ്റ് പിപ്പറ്റ് വെച്ചിട്ട് നിങ്ങൾ ടൈട്രേറ്റ് ചെയ്യില്ലേ? എല്ലാ ടൈട്രേഷൻ റിയാക്ഷൻസും റിഡോക്സ് ആണ്. ഒട്ടുമിക്ക ഇമ്പോർട്ടന്റ് റിയാക്ഷൻസും കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻസ് ആണെങ്കിലും ഏത് ഇലക്ട്രോ കെമിസ്ട്രി, കറണ്ട്, ബാറ്ററി ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇലക്ട്രോ കെമിസ്ട്രിയിലെ എല്ലാ റിയാക്ഷൻസ് എന്താണ്? റിഡോക്സ് ആണ്. അതാണ് ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. റിഡോക്സ് റിയാക്ഷൻ എന്താണ്? ഇനി ജന്മത്തിൽ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എല്ലാവരും വേഗം ഫുൾ A+ വേണ്ടി മാത്രം പഠിക്കുക. അത് മാത്രമല്ല, ഈ ചാപ്റ്റർ എന്തിനു പഠിക്കണു, എന്താണ് ഇതിന്റെ ബേസ്, ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് കഷ്ടമുള്ള ചാപ്റ്റർ നമുക്ക് ഈസി ആക്കാൻ പറ്റും. ഇത് രണ്ടും അറിയില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. എത്ര പേര് എന്നെ അനുകൂലിക്കുന്നു? സേസോറിനോ കുറെ ദിവസമായില്ലേ സാറ് ശബ്ദം കേട്ടത് ചാർജായി അല്ലേ? യെസ് ഗുഡ് യെസ് ഹിയർ വി ഗോ. ഇനി നമുക്കിതില് പഠിക്കാൻ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഓക്സിഡേഷൻ. കണ്ടല്ലോ അല്ലെ? വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? Can anyone say? അങ്ങനെ സാർ ബാലൻസിൽ കൊണ്ടെത്തിക്കും. What is oxidation state? Can anyone say what is oxidation state? എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? എനിവൺ? എടാ ഇതൊന്നും അറിയാതെ ബാലൻസിങ് നടക്കില്ല. എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ബാലൻസ് ചെയ്യാൻ ചാർജ് ഓക്കെ. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ നമുക്ക് നോക്കാം. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2- അല്ലെങ്കിൽ -2. സോഡിയം +1. ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് എപ്പോഴും തമാശക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയില്ലേ, കല്യാണത്തിന് ഫംഗ്ഷൻസിനൊക്കെ പോയില്ലേ എൻ്റെ മക്കളെ? ആണോ അല്ലയോ? നമ്മൾ ഈ കല്യാണത്തിനും ഫംഗ്ഷൻസിനും പോകുമ്പോൾ എന്താ ഏറ്റവും മെയിൻ? നമ്മൾ ഭക്ഷണം കഴിക്കും. ആണോ അല്ലയോ? കല്യാണത്തിനും ഫംഗ്ഷൻസിനും പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് ഇല്ലേ? നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് അത്. ഓക്കെ, പഴയ ഒരു നാട്ടു നടപ്പുണ്ട്, പഴയ ഒരു സംഭവം ഉണ്ട്, പഴയ കാലത്തെ ഒരു സംഭവം, ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരുമോ അതോ കവർ കൊടുക്കുവോ? എന്തെങ്കിലും കൊടുക്കുവോ? പറയും. നമ്മൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരുമോ അതോ കവറോ വലുത് കൊടുക്കാറുണ്ടോ? അതോ ആ കവറും പൊട്ടിച്ച് നിങ്ങൾ പുട്ടടിക്കുവോ? പറയും. ഇഷാനെ പറയടാ. നമ്മൾ കവർ കൊടുക്കാറുണ്ട്. ചിലവര് കവർ എടുക്കാറുണ്ട്. ഗിഫ്റ്റ് കൊടുക്കും. ചിലവര് ആ ഗിഫ്റ്റ് അടിച്ചു മാറ്റും. പോട്ടെ, അത് വിട്. ഒരു കല്യാണത്തിൽ പങ്കെടുക്കുമ്പോ നമ്മൾ എത്ര പൈസ കൊടുത്തു എന്നുള്ളതാണ് അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഞാൻ തമാശക്ക് പറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആലോചിക്കുന്നത്, ഒരു ഫംഗ്ഷനിൽ നമ്മൾ പങ്കെടുക്കുകയാണ്, അപ്പൊ ഞാൻ ആ ഫംഗ്ഷന്റെ ഭാഗമായി. ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുകയാണ്, അപ്പൊ ഞാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി.
ആ പ്രോഗ്രാമിന്റെ ഭാഗമാകുമ്പോൾ ഞാൻ പൈസ അങ്ങോട്ട് കൊടുത്താൽ എനിക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സോഡിയം 1 റുപ്യ കൊടുത്തിരിക്കണം. പ്ലസ് എന്ന് പറയുമ്പോൾ കൊടുത്തു, നല്ല ആള് മഹാത്മാഗാന്ധി പ്ലസ്. ദാനശീലനാണെങ്കിൽ പ്ലസ് 1 കൊടുത്തിരിക്കണം, 1 രൂപ. നേരെ മറിച്ച് ഓക്സിജൻ 2 രൂപ ഇങ്ങോട്ട് മുതലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആള് എത്ര പൈസ കൊടുത്തു എന്നുള്ളതാണ് പ്ലസ് ഇട്ട് കാണിക്കുന്നത്, എത്ര പൈസ ഇങ്ങോട്ട് മുതലാക്കി എന്നുള്ളതാണ് മൈനസ് ഇട്ട് കാണിക്കുന്നത്. പ്രോഗ്രാം മാറ്റിയിട്ട് റിയാക്ഷൻ ആക്കുക, കല്യാണം മാറ്റിയിട്ട് റിയാക്ഷൻ ആക്കുക, കല്യാണം എന്നുള്ളത് മാറ്റിയിട്ട് റിയാക്ഷൻ ആക്കുക, പൈസ എന്നുള്ളത് മാറ്റിയിട്ട് ഇലക്ട്രോൺ ആക്കുക. അപ്പൊ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു എലമെന്റ് എത്ര ഇലക്ട്രോൺ കൊടുത്തു എന്നുള്ളതാണ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എത്ര ഇലക്ട്രോൺ വാങ്ങി, ലാഭം ഇങ്ങോട്ടുണ്ടാക്കി സെൽഫിഷ്, ഇങ്ങോട്ടുണ്ടാക്കിയതാണ് നെഗറ്റീവ് നമ്പർ ഇട്ട് കാണിക്കുക. ഇനി ജന്മത്തിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാർക്കുവോ, വാലൻസി ഗീലൻസി എന്തൊക്കെയോ ഡെഫിനേഷൻ കുറെ പേര് പറഞ്ഞു. ഇതൊക്കെ മനുഷ്യൻ ആലോചിച്ച് വെക്കൂടാ. സാറിന്റെ സ്ട്രാറ്റജി എങ്ങനെയുണ്ട് അത് പറയാം. Now, how do you feel about oxidation state? Please tell me, my dear students. Please tell me, is it superb or not? ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണു നമ്മള്. അപ്പൊ എത്ര രൂപ അങ്ങോട്ട് കൊടുത്തു, എത്ര രൂപ ഇങ്ങോട്ട് വാങ്ങി എന്നുള്ളത് പറയണത് പോലെ ഫംഗ്ഷൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ. പൈസ എന്നുള്ളത് മാറ്റി ഇലക്ട്രോൺ. ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത ഒരാള് എത്ര പൈസ കൊടുത്തു എന്നുള്ളതാണ് പോസിറ്റീവ്, എത്ര പൈസ വാങ്ങി എന്നുള്ളതാണ് നെഗറ്റിവിറ്റി കാണിക്കുക. അതേപോലെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു എലമെന്റ് എത്ര ഇലക്ട്രോൺ കൊടുത്തു എന്നുള്ളത് പ്ലസും എത്ര ഇലക്ട്രോൺ വാങ്ങി എന്നുള്ളത് എന്തുവാണ്, മൈനസും. ഹൗ മെനി ഓഫ് യു ഗോട്ട് ദിസ് പോയിന്റ്? പ്ലീസ് ടെൽ മി. ഹൗ മെനി ഓഫ് യു ഗോട്ട് ദിസ് പോയിന്റ്? പ്ലീസ് ടെൽ മി. എക്സ്ക്യൂസ് മീ. ഇനി ജന്മത്തിൽ മറക്കുവോ? ഓക്കെ. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച്, അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മനസ്സിലായല്ലോ. ഒരു പരിപാടിയിൽ പങ്കെടുത്ത ആള് എത്ര രൂപ അങ്ങോട്ട് കൊടുത്തു അല്ലെങ്കിൽ എത്ര രൂപ ഇങ്ങോട്ട് ലാഭിച്ചു എന്നുള്ളതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പരിപാടി മാറ്റി കെമിക്കൽ റിയാക്ഷൻ, പൈസ മാറ്റി ഇലക്ട്രോൺ. പരിപാടി മാറ്റി കെമിക്കൽ റിയാക്ഷൻ, പൈസ മാറ്റിയിട്ട് ഇലക്ട്രോൺ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഗുഡ്. യെസ്, ഹിയർ വി ഗോ. യെസ്, ഇതൊക്കെ മനസ്സിലായാലേ ബാലൻസിങ് ഒക്കെ വളരെ ഈസി ആവും. ഇത് ബൈഹാർട്ട് പഠിക്കുമ്പോഴാണ് ഈ കുഴപ്പം. ഇതാ കഴിഞ്ഞു, ഇനിയാണ് കളി. ഇനി കുറച്ച് റൂൾസ് പഠിക്കണം. ഈ റൂൾസ് ആണ് നമുക്ക് ബാലൻസിങ്ങിന് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. റൂൾസ് പഠിക്കണം. റെഡി ആയിട്ട് ഇരിക്കോ? മനസ്സിലാക്കി വെച്ചോ. റൂൾസ് പഠിക്കണം. റൂൾസും പഠിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റും സെറ്റ് ആക്കിയിട്ട് ടൈപ്സ് ഓഫ് റിയാക്ഷൻസും പറഞ്ഞിട്ട് ഞാൻ വിടുള്ളൂ. റൂൾസ് എഴുതിക്കോ. Ready for the rules? How many of you are ready for the rules? രസോടാ, ഇതൊക്കെ സിമ്പിൾ ആണ്. സാറെ ക്ലാസ്സിൽ ഇരുന്ന് ഇനി ഇത് തുടരേണ്ടി വരില്ല. ഈ ടോപ്പിക് ഞാൻ റിവിഷനാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ പാഠത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പേടിക്കണ്ട. കുറെ പേര് ഇപ്പോഴും എനിക്ക് ഇൻഡിവിജ്വൽ മെസ്സേജ് ഇടുന്നുണ്ട്, മാത്സിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് വേണമെന്ന്. നമ്മുടെ അടുത്ത നോളജ് നൈറ്റ് ക്ലാസ്സിൽ മാത്സ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് തന്നെ ചെയ്തു തരാം. ഓക്കെ, agreed or not? Yes, of course. Good. Settle. Yes. Good. അപ്പൊ ഇനി ഒന്നാമത്തെ റൂള് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എലമെന്റൽ സ്റ്റേറ്റ്, ഫ്രീ എലമെന്റൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു സാധനത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഓൾവേസ് ഈക്വൽ ടു 0. എന്താ സാറേ ഈ ഫ്രീ എലമെന്റൽ സ്റ്റേറ്റ്? അതാണ് സാറേ ഞങ്ങൾക്കും കൺഫ്യൂഷൻ. ഇതാ സാറ് പറഞ്ഞുതരാമല്ലോ. ഒറ്റയ്ക്ക് O2 ഒറ്റയ്ക്ക് നിൽക്കുക, H2 ഒറ്റയ്ക്ക് നിൽക്കുക, സോഡിയം ഒറ്റയ്ക്ക് നിൽക്കുക. ഒരു റിയാക്ഷനില് ആരെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അവന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? 0 ആണ്. ഒരു റിയാക്ഷനിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ എലമെന്റൽ സ്റ്റേറ്റ് സാധാ ഒരു സ്റ്റേറ്റില് ഒറ്റയ്ക്ക് അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടെ 2 ഓക്സിജൻ ഉണ്ടല്ലോ. 2 ഓക്സിജൻ പറഞ്ഞാൽ ആ ഓക്സിജൻ ജന്മന O2 ആണ്. അല്ലാണ്ട് ഇതിപ്പോ ആരുടെ കൂടിയും കൂടിയിട്ടില്ല. ഹൈഡ്രജൻ ജന്മന H2 ആണ്, നൈട്രജൻ ജന്മന N2 ആണ്. അപ്പൊ ജന്മന ഉള്ളതുപോലെ
ആരുമായിട്ട് ചേരാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എത്ര പേർക്ക് റൂൾ നമ്പർ 1 മനസ്സിലായി? അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഫംഗ്ഷനും പോവാതെ ഒറ്റയ്ക്ക് ആരുടെ കൂടി ഞാൻ കൂടില്ല എന്ന് പറഞ്ഞുള്ളവന് പൈസ കൊടുക്കും വേണ്ട, പൈസ എടുക്കും വേണ്ട. അപ്പൊ അവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0. ഇങ്ങനെ ആലോചിക്കുക. ഫ്രീ സ്റ്റേറ്റ്. ഞാനൊന്നും ഒരു പ്രോഗ്രാമിനും പോവില്ല കേട്ടോ. ഞാനൊന്നും പോവില്ല. എനിക്കൊന്നും ആരുടെ സെറ്റ് ആവാൻ പറ്റില്ല. അങ്ങനെ ഒരു പരിപാടിക്കും പോവാതെ ഇങ്ങനെ കൈ കെട്ടിയിരിക്കുന്ന ആൾക്ക് പൈസ അങ്ങോട്ടും കൊടുക്കണ്ട, പൈസ ഇങ്ങോട്ടും കിട്ടില്ല. അപ്പൊ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0. ഇനി ജന്മത്തിൽ മറക്കുവോ? ഇനി ജന്മത്തിൽ മറക്കുവോ? ടെൽ മീ ടെൽ മീ ടെൽ മീ ടെൽ മീ ടെൽ മീ. ഒറ്റയ്ക്ക് കേട്ടാ, ഒറ്റയ്ക്ക്. ഇതൊക്കെ ശരിക്കും സോഡിയൊക്കെ +1 വരിക. ഞാൻ ഒരു ഫ്ലോയിൽ എഴുതുന്ന എക്സാമ്പിൾ. സോഡിയൊക്കെ +1 വരിക ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. കോപ്പർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കും. ഫ്രീ സ്റ്റേറ്റ്, ഫ്രീ സ്റ്റേറ്റ്, ഒറ്റയ്ക്ക് നരകേണ്ട ഫ്രീ സ്റ്റേറ്റ്. ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ സെറ്റായ റൂൾ നമ്പർ 1 മനസ്സിലായെങ്കിൽ മാത്രമേ സാർ റൂൾ നമ്പർ 2ലേക്ക് പോവുള്ളൂ. കാരണം ഇത് അറിഞ്ഞാലേ ബാലൻസിങ് ഒക്കെ അടിപൊളിയാവും. ആദിത് കൃഷ്ണ, താങ്ക് യു. ദിയമോളെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. മാളവിക, ആദിത് കൃഷ്ണൻ, അഭിഷേക് കൃഷ്ണ, താങ്ക് യു. ഇല്ലാന്ന് മനസ്സിലായില്ലാന്ന് അഭിഷേക്. എന്താ അഭിഷേക്? വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അനുഷ്കയ്ക്ക് മനസ്സിലായിട്ടില്ലാന്നോ? അതോ ഡൗട്ട് ഇല്ലാന്നോ? വാട്ട് ഡിഡ് യു മീൻ? പ്ലീസ് ടെൽ മീ, വാട്ട് ഡിഡ് യു മീൻ? Okay, you mean you understood. Okay, great. Okay, good. അഭിഷേക് ഡൗട്ട് ഇല്ല എന്നാ പറഞ്ഞത്. ഓക്കെ അഭിഷേക്, ശരി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഒരു സാധനം ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ പരിപാടി പങ്കെടുക്കുന്നില്ല. പരിപാടി പങ്കെടുക്കാത്ത ആൾക്ക് പൈസ അങ്ങോട്ട് കൊടുക്കണ്ട, ഇങ്ങോട്ടും മുതലാക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റിലുള്ള ആൾക്ക് 0 ആണ്. ഇനി അടുത്ത റൂള്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ മോണോ അറ്റോമിക് എലമെന്റ്. ഒരു മോണോ അറ്റോമിക് അയൺ. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഗ്രൂപ്പ് 1 എലമെന്റ് ഇല്ലേ, സോഡിയം, പൊട്ടാഷ്യം, എക്സെട്ര. ഇങ്ങനത്തെ മെറ്റൽസിനൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? +1. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്, ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽസ് ആണ്. ഫസ്റ്റ് സോഡിയം, പൊട്ടാഷ്യം, ഇതിനൊക്കെ എന്താണ്? +1 ആണ്. അതേപോലെ കാൽഷ്യം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞാൽ അടുത്ത വേറെ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് അറിയുമെന്ന്. എടാ, നിനക്ക് ചോദ്യത്തിൽ വരാൻ സാധ്യതയുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇപ്പൊ ഞാൻ നിയമത്തിൽ പറയും. പിന്നെ വേണ്ടാത്ത കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. അയ്യോ, മോളിബ്ഡിനം ചോദിച്ചാൽ എന്ത് ചെയ്യും? ടങ്സ്റ്റൺ ചോദിച്ചാൽ എന്ത് ചെയ്യും? പ്രോമിത്യം ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇതൊന്നും വേണ്ട. ഇതൊന്നും വെച്ച് റിയാക്ഷൻ വരില്ല. നമുക്ക് വരുന്ന റിയാക്ഷനിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക സാധനങ്ങളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാനിപ്പോൾ ഇവിടെ എഴുതും. ഡിഡ് യു ഗെറ്റ് മീ? ഡിഡ് യു ഗെറ്റ് മീ? ഈ റൂള് കഴിയുമ്പോഴേക്കും, ഈ നിയമം കഴിയുമ്പോഴേക്കും, ഈ റൂൾസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റും സാർ സെറ്റാക്കി തരും. ഹാപ്പി? ഹാപ്പി? യെസ്. അല്ലാണ്ട് വേണ്ടാത്ത കൺഫ്യൂഷൻ വേണ്ടെന്ന് പറയാം. കാൽഷ്യം, മെഗ്നീഷ്യം ഇതൊക്കെ സെക്കൻഡ് ഗ്രൂപ്പാണ്. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എപ്പോഴും എന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും? +2 ആയിരിക്കും. ജസ്റ്റ് എഴുതിയെടുത്തേക്ക്, ജസ്റ്റ് എഴുതിയെടുത്തേക്ക് വേഗം. ഈ റൂൾസ് ഒന്നും കൂടി ഓടിച്ച് നോക്കണം, എന്നിട്ട് വേണം നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ. വേഗം ആവട്ടെ. സോഡിയം, പൊട്ടാഷ്യത്തിന്റെ ഒക്കെ +1 ആയിരിക്കും. കാൽഷ്യം, മെഗ്നീഷ്യത്തിന്റെ ഒക്കെ +2 ആയിരിക്കും. ഇനി അലുമിനിയത്തിന്റെ ആണെങ്കിൽ +3 ആയിരിക്കും. അലുമിനിയത്തിന്റെ ഒക്കെ ആണെങ്കിൽ അലുമിനിയം 3+ ആയിരിക്കും. അലുമിനിയാണ് തേർഡ് ഗ്രൂപ്പ് നമുക്ക് കിട്ടുന്നത് സബ്ജക്റ്റിൽ വരിക. +3 ആയിരിക്കും. അലുമിനിയത്തിന്റെ അലുമിനിയം 3+ എന്നാ പറയും. കാരണം സോഡിയം പ്ലസ്, പൊട്ടാഷ്യം +ആണ്, കാൽഷ്യത്തിന്റെ 2+ ആണ്, മെഗ്നീഷ്യത്തിന്റെ 2+ ആണ്, അലുമിനിയത്തിന്റെ 3+ ആണ്. യു ജസ്റ്റ് നോട്ട് ഇറ്റ്. കഴിഞ്ഞാ പറയണേ. കഴിഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് പോകണം. Please tell me, my dear students, if finished. Yes, Bismaya, thank you. രണ്ട് പീരീഡ് റിഡോക്സിന് വേണ്ടി ചെലവാക്കി ആ ചാപ്റ്റർ അങ്ങോട്ട് കഴിഞ്ഞു. 9 ചാപ്റ്റർ പഠിക്കേണ്ട ഒരു +2 ഇംപ്രൂവ്മെന്റ് കുട്ടിയാണെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കെമിസ്ട്രിയിൽ ഭംഗിയായിട്ട്. പിന്നെ അവനൊരു പീരിയോഡിക് ടേബിൾ പഠിച്ചാൽ 2 പാടായി. ഇങ്ങനെ വേമേ പഠിച്ച് നീന്തി പോണം. മക്കളെ മനസ്സിലായ സാറ് പറയുന്നേ? വേമേ പഠിച്ച് ക്ലിയർ ചെയ്ത് പോണം. സാറുണ്ട് കൂടെ, നിങ്ങൾ രക്ഷപ്പെട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആയി. അടുത്തത്
അടുത്തത് ഹാലജൻസ്. ഹാലജൻസ് എന്ന് വെച്ചാൽ അറിയാലോ നിങ്ങൾക്ക്. ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയോഡിൻ. ക്ലോറിൻ -1, ബ്രോമിൻ -1 അല്ലേ, ഫ്ലൂറിൻ -1, അയോഡിൻ -1. ഇതിൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറും. ഫ്ലൂറിന്റെ മാത്രം ഏഷ്യൻ പെയിന്റ്സ് എഫക്ട്സ് പോലെ ഗ്യാരണ്ടീഡ് -1 ആണ്. ക്ലോറിന്റെ ഒക്കെ ചില സന്ദർഭങ്ങളിൽ മാറും. ബ്രോമിന്റെയും ചില എക്സെപ്ഷണൽ കേസിൽ മാറും. അയോഡിന്റെയും ചില എക്സെപ്ഷണൽ കേസിൽ മാറും. മൈ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് മീ ടെൽ യു, ഫ്ലൂറിന്റെ എപ്പോഴും പെർമനന്റ് ആണ്. ഫ്ലൂറിന്റെ ഒരിക്കലും മാറാൻ, ഫ്ലൂറിന്റെ പൊന്നുമക്കളെ, ഫ്ലൂറിന്റെ എപ്പോഴും എന്തായിരിക്കും, ഓൾവേസ് ഇത് പെർമനന്റ് ആണ്. ഫ്ലൂറിന് എപ്പോഴും -1 ആണ്. ഒരുത്തിന് വേണ്ടി അവ അഡ്ജസ്റ്റ് ചെയ്യുക. ഫ്ലൂറിൻ ഒരുത്തിന് വേണ്ടിയും അഡ്ജസ്റ്റ് ചെയ്യുക. ഫ്ലൂറിൻ എത്ര വലിയ രാജാവിന് വേണ്ടിയും ഫ്ലൂറിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എത്ര വലിയ രാജാവിന് വേണ്ടിയും ഫ്ലൂറിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യില്ല. ready shall I move to next rule? Yes. ഇനി ഹൈഡ്രജന്റെ പൊതുവേ വെപ്പ് +1 ആണ്. ബട്ട് there are exceptional cases. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ എക്സെപ്ഷൻ ആണ്. ബട്ട് there are നിയമമൊക്കെ ഉണ്ടാവും. നിയമമൊക്കെ ഉണ്ടെങ്കിലും ആ നിയമത്തിൽ നിന്ന് കുറെ ഡീവിയേഷൻ ഉണ്ടാവുമല്ലോ. ബട്ട് there are exceptional cases. എവിടെയാണ് എക്സെപ്ഷണൽ കേസസ്? ക്യാൻ എനിവൺ സേ എവിടെയാണ് ഹൈഡ്രജന്റെ എക്സെപ്ഷണൽ കേസ് വരിക എന്നുള്ളത് പറയും. ഈ മൈക്കുന്ന ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെറോക്സൈഡ് എന്ന് പറയുന്നത് പെറോക്സൈഡിൽ മാത്രമാണോ? പെറോക്സൈഡ് മാത്രമാണോ മക്കളെ? ആണോ? യെസ്, സോഡിയം എന്നൊക്കെ പറയുന്നത്. നോ, ദാറ്റ് ഈസ് നോട്ട്. മെറ്റൽ ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. നോട്ട് ദിസ് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ് മൈ ഡിയർ സ്റ്റുഡൻസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജന്റെ പൊതുവെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. പക്ഷെ there are some exceptional cases. നമ്മളൊക്കെ നല്ല സ്വഭാവമുള്ളവരാ. ചില സമയം നമ്മൾ പൊട്ടിത്തെറിക്കാറില്ലേ? അത് നമ്മുടെ എക്സെപ്ഷണൽ കേസാണ്. ഓ, ഇത്രയും നല്ല കുട്ടിയാണോ ഇങ്ങനെ സംസാരിച്ച് തോന്നും വീട്ടുകാർക്കും നാട്ടുകാർക്കും. അത് എക്സെപ്ഷണൽ. ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെ സംസാരിച്ചു പോവാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഹൈഡ്രജന്റെ കേസ്. ഈ മെറ്റലിന്റെ കൂടെ ചേരുമ്പോ അതിന് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. How many of you are ready to know that? About the exceptions? Please tell me. Navaneet, ready? Yes. ഞാൻ എഴുതാം. മെറ്റാലിക് ഹൈഡ്രൈഡ്സ് NaH, സോഡിയം ഹൈഡ്രൈഡ്. ഇതിൽ എന്ത് വരും? ഒരു എക്സാമ്പിൾ. ഇതൊരു എക്സാമ്പിൾ. യു ജസ്റ്റ് തിങ്ക്. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ബാലൻസിങ് എളുപ്പമാണ്. കാൽഷ്യം ഹൈഡ്രൈഡ്, മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. ഞാനിത് കാൽഷ്യം ഹൈഡ്രൈഡ്. ആ സോഡിയം ഇട്ടുകൊണ്ട് ഞാൻ പിന്നെ ലിഥിയം ഇടാഞ്ഞു മോനെ. MgH2, LiH എക്സെട്ര. MgH2, LiH മെറ്റാലിക് എക്സെട്ര. പൊന്നു മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം. We all know that. ഇവിടെ ശ്രദ്ധിക്കേ മക്കളെ, ശ്രദ്ധിക്കടാ. We all know that ഇത് മെറ്റലാണ്. മെറ്റലിന്റെ +1 ആണ് അല്ലേ? മെഗ്നീഷ്യത്തിന്റെ +1 ആണോ? ഒന്ന് നോക്കിയേ. ഞാൻ എഴുതി തന്നത് എന്ത് പറഞ്ഞാലും നിങ്ങൾ ശരിയെന്ന് പറയും. മെഗ്നീഷ്യത്തിന്റെ +1 ആണോ സാർ എഴുതി തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് +2.
മെഗ്നീഷ്യം തൊട്ട് മുന്നത്തെ സ്ലൈഡില് മെഗ്നീഷ്യം മെഗ്നീഷ്യം +2 വരാൻ സാധ്യതകൾ മാത്രമേ ഞാൻ ഇതിൽ ഇടുന്നുള്ളൂ. മെഗ്നീഷ്യം +2 ആണ്. എങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക? MgH2 എന്ന് പറയും. മെഗ്നീഷ്യത്തിന്റെ എന്തായാലും +2 ആണ്. ഇത് അറിയാത്തത് കൊണ്ട് എക്സ് കൊടുക്കുക. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 0 കിട്ടണം. എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 0. അതൊരു വിഷൻ ക്ലാസ് ആണെന്ന് ശ്രദ്ധിക്കുക. എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 0 കിട്ടണം. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ +2 ഇവിടെ 2 × x 2 × x is equal to നമ്മൾ എന്തിലേക്ക് ഇക്വേറ്റ് ചെയ്തു? 0ലേക്ക് ഇക്വേറ്റ് ചെയ്തു. So what we are getting? 2 + 2 × x is 2x is equal to 0. So 2x equal to ഈ +2 equal to അപ്പുറത്ത് പോകുമ്പോൾ -2 ആവും. Therefore x is equal to x ഇവിടെ നിർത്തിയ ഈ 2 ഡിനോമിനേറ്ററിലേക്ക് പോകും. -2/2. So the answer is -1. So ഹൈഡ്രജൻ മെറ്റലിന്റെ കൂടെ ചേരുമ്പോൾ ചിലപ്പോൾ -1 അടിക്കാറുണ്ട്. How many of you agree with me? സാറേ ഹൈഡ്രജൻ പൊതുവെ +1 ആണ്. സാറേ ഹൈഡ്രജൻ പൊതുവെ +1 ആണ്. പക്ഷെ മെറ്റൽസിന്റെ കൂടെ ചേരുമ്പോ മെറ്റൽ ഹൈഡ്രൈഡ് മെറ്റലിന്റെ കൂടെ ചേരുമ്പോൾ മെറ്റൽ സ്ട്രോങ് ആ. മെറ്റൽ മാറാൻ റെഡിയല്ല. ഇങ്ങനെ ആലോചിക്കും, മെറ്റൽ ഈസ് സ്ട്രോങ്. മെറ്റൽ എന്ന് പറയാൻ ഇരുമ്പൊക്കെ ഓർമ്മ വരിക. സ്ട്രോങ് ആണ് സാർ, മെറ്റൽ സ്ട്രോങ് ആണ് സാർ. അവരുടെ നമ്പർ മാറില്ല സാർ. പിന്നെ ഹൈഡ്രജൻ മാറി കൊടുക്കേണ്ടി വരും സാർ. അതുകൊണ്ട് മെറ്റാലിക് ഹൈഡ്രൈറ്റ്സിൽ ഹൈഡ്രജൻ -1 ഒക്കെ കാണിക്കുന്നുണ്ട് സാർ. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? പ്ലീസ് ടെൽ മീ. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? പ്ലീസ്. യെസ് ഗുഡ് ഗോയിങ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ബാലൻസിങ് ഒരു മാറ്ററേ അല്ലടാ. ഈ എല്ലാ നിയമവശങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്നൊരു മാറ്ററേ അല്ല. ഇനി എന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ പഠിക്കാം. ഇവിടെ എഫേർട്ട് ഇട്ടാൽ മതി. ബേസ് പറഞ്ഞുതരാൻ നല്ല എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്, നമ്മൾ വേറെ ലെവലാണ്. ഇതുപോലെ നമ്മൾ എല്ലാ സബ്ജക്റ്റും എല്ലാ പാഠവും തീർക്കും. സാർ തന്നെ ഫ്രണ്ട് നിന്നുകൊണ്ട് തീർക്കും റിവിഷൻ. ഓക്കെ ക്ലിയർ? ഹാപ്പി? യെസ്. വേറെ ഏതാണ്ടായിരുന്നു? ഇത് നോക്കിയ LiH നോക്കിയ LiH വെറുതെ LiH ലിഥിയം ഹൈഡ്രൈഡ്. സോ വി ഓൾ നോ ദാറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്, ലിഥിയം ഒരിക്കലും മാറാൻ റെഡിയല്ല. ലിഥിയം +1 ആണ്. സോ ഹൈഡ്രജൻ അറിയാത്തതുകൊണ്ട് നമ്മൾ x കൊടുത്തു. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 0 വരണം. സോ +1 + x = 0. സോ x = +1 അങ്ങോട്ട് പോകുമ്പോൾ again -1. സോ മെറ്റൽസിന്റെ കൂടെ ചേരുമ്പോൾ മാത്രം ഹൈഡ്രജന് -1 ആണ് സാർ കിട്ടുന്നത്. സാർ മെറ്റൽസിന്റെ കൂടെ ചേരുമ്പോൾ മാത്രം ഹൈഡ്രജന് -1 ആണ് സാർ കിട്ടുന്നത്. സാർ മെറ്റൽസിന്റെ കൂടെ ചേരുമ്പോൾ മാത്രം ഹൈഡ്രജന് -1 ആണ് കിട്ടുന്നത്. സെറ്റാ അല്ലയോ? സേ സർ നോ. ഹലോ, ഐ ആം ആസ്കിങ് യു. യെസ്, സെറ്റ്. ഗുഡ്. ഇനി പെറോക്സൈഡിന്റെ കേസ് നോക്കാം. പെറോക്സൈഡ്സ് അത് ഹൈഡ്രജൻ അല്ല, മറ്റേതാണ് മാറുക. ഓക്സിജന്റെ പെറോക്സൈഡ്സിൽ മാറുക. മെറ്റാലിക് ഹൈഡ്രൈഡ്സിൽ ആലോചിച്ചാൽ മതി. ഇനി ഓക്സിജന്റെ നമ്മൾ എഴുതിയിട്ടുണ്ടോ നോക്കിയേ. ഓക്സിജൻ ഓക്സിഡൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ. വാട്ട് ഈസ് ഓക്സിഡൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ? ക്യാൻ എനിവൺ സേ? ഓക്സിജന്റെ പൊതുവെ -2 ആണ്. ഓക്സിജന്റെ പൊതുവെ -2 ആണ്. ബട്ട് ദർ ആർ എക്സെപ്ഷൻസ്. പക്ഷെ ചില ഡീവിയേഷൻസ് ഉണ്ട്. എപ്പോഴൊക്കെയാണ്? ക്യാൻ എനിവൺ സേ? ഓക്സിജന്റെ പൊതുവെ സാറേ -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പക്ഷെ എവിടെയൊക്കെയോ വെച്ച് മാറുന്നുണ്ട്. ആർക്ക് പറയാൻ പറ്റും? ഞാൻ പറയാം എവിടെയൊക്കെ മാറുന്നത് പറഞ്ഞുതരാം. എക്സെപ്ഷൻ ഒന്ന്, പെറോക്സൈഡ്. വെരി ഗുഡ്. പെറോക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഉദാഹരണത്തിന് ദിസ് ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് +1. ഹൈഡ്രജന്റെ എപ്പോഴാ മാറുക? മെറ്റലിന്റെ കൂടെ മാത്രം. ആരുടെ കൂടെ മാത്രം? മെറ്റലിന്റെ കൂടെ മാത്രം. ശരിയല്ലേ? യെസ്. ഇതിപ്പോ ഓക്സിജൻ മെറ്റൽ അല്ലാത്തതുകൊണ്ട് മാറ്റില്ല. ഓക്സിജൻ അറിയാത്തതുകൊണ്ട് ഞാൻ x കൊടുത്തു. ഓക്സിജൻ -2 എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതൊന്ന് കൂട്ടി നോക്കിയേ. 2 × 1 + 2 × x is equal to 0. 2 × 1 is 2. 2 + 2x is equal to 0. That means
2x ഇവിടെ നിർത്തി ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ -2. So x is equal to -2/2. It is equal to -1. It is equal to -1. How many of you agree with me? സാറേ ഓക്സിജന്റെ ശരിക്കും സാറ് പറഞ്ഞത് -2 എന്നാണ്. പക്ഷെ പെറോക്സൈഡ്സിന്റെ കൂടെ പെറോക്സൈഡിന്റെ കേസില് സാറേ ഓക്സിജൻ -1 ആണ്. How many of you agree with me? Please respond, my dear students. I need to see your chat box vibrating continuously. That is the energy for me. അതാണ് എനിക്ക് നിങ്ങൾ തരുന്ന എനർജി. പ്ലീസ് പ്ലീസ് പ്ലീസ്. സാർ ഇത്രയും വർക്ക് ചെയ്ത് ഇത്രയും ബ്രാഞ്ചിന്റെ കാര്യം നോക്കിയിട്ട് സാർ രാത്രി വന്ന് നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ that is only because of the care and love I am having towards you, my dear brothers and sisters. Please keep in mind. Yes. ഈ ജോലിയുള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, അവർ കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് പിള്ളേരെ പഠിപ്പിക്കും. ആ ഒരു ഫീലാണ് എനിക്കിപ്പോ. ഇത്രയും ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സ്ട്രെയിൻ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്ന് ഫ്രഷ് ആയി ഞാനിത് എന്റെ പിള്ളേരെ പഠിപ്പിക്കാൻ പോവാ അല്ലേ, എന്റെ അനിയന്മാരെയും അനിയത്തിമാരെയും പഠിപ്പിക്കുന്ന ഒരു ഫീല്. യെസ്, എക്സാക്ട്ലി മൈ ഡിയർ സ്റ്റുഡൻസ്. ഹിയർ വി ഗോ. യെസ്, നമുക്ക് നോക്കാം. ഫ്ലൂറിന്റെ കേസ് നോക്കാം. ഓക്സിജന്റെ കൂടെ ഫ്ലൂറിൻ വരുമ്പോ OF2 ഇവിടെ എന്തായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ക്യാൻ എനിവൺ സേ? ഓക്സിജൻ ഫ്ലൂറൈഡ് ഇവിടെ എന്തായിരിക്കും ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഫ്ലൂറിൻ ആർക്ക് വേണ്ടി മാറിക്കൊടുക്കാത്ത ആളാണ് സാർ? ഫ്ലൂറിൻ ദൈവം തമ്പുരാൻ വന്നാലും ഫ്ലൂറിൻ -1 ആണ്. ദൈവം തമ്പുരാൻ വന്നാലും ഫ്ലൂറിൻ -1 ആണ്. ദൈവം തമ്പുരാൻ വന്നാലും ഫ്ലൂറിൻ -1 ആണ്, മാറിക്കൊടുക്കില്ല. അപ്പൊ ഓക്സിജൻ എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പൊ ഓക്സിജൻ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇവിടെ 2 × -1 പ്ലസ് ഈ x ഈസ് ഈക്വൽ ടു നമ്മൾ എന്തിലേക്ക് ഇക്വേറ്റ് ചെയ്യുക? 0ലേക്ക്. സോ 2 × -1 ഈസ് -2 പ്ലസ് x ഈസ് ഈക്വൽ ടു 0. ഈ -2 അങ്ങോട്ട് പോകുമ്പോ പൊന്നു മക്കളെ ഈ ഓക്സിജൻ ആൾ ചില്ലറക്കാരനല്ല. ചില സമയങ്ങളിൽ +2 കാണിക്കുന്നുണ്ട് വിത്ത് ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ കൂടെ മാത്രം ഓക്സിജൻ +2 കാണിക്കുന്നുണ്ട്. ഓക്സിജൻ എന്ത് കാണിക്കുന്നുണ്ട്? +2 കാണിക്കുന്നുണ്ട് ഫ്ലൂറിന്റെ കൂടെ മാത്രം. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ഈ നിയമങ്ങളൊക്കെ അറിഞ്ഞാൽ കളി സൂപ്പറാക്കാം. ഈ നിയമങ്ങളെല്ലാം അറിഞ്ഞാൽ നമുക്ക് കളി അടിപൊളിയാക്കാം. ഇതൊന്നും അറിയാതെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്നിട്ട് ബുക്കും തുറന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ചുക്കും ചുണ്ടാകും മനസ്സിലാവില്ല നമുക്ക്. ശരിയല്ലേ? ആണോ അല്ലയോ? ശരിയല്ലേ? യാ, ഓഫ് കോഴ്സ്. ഗുഡ്, ഗ്രേറ്റ് ഗോയിങ്. ഇത് റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്ററേ അല്ല ബാലൻസിങ്. റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാലൻസിങ് മാറ്ററേ അല്ല. ഒരു കാര്യം കൂടി ഉണ്ട്, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് സെറ്റാക്കി തന്നിട്ട് വിടാൻ പറ്റുള്ളൂ. നോക്ക്. യെസ് യെസ് മക്കളെ, ഇപ്പൊ നോക്കി ഇങ്ങനെ ഒരു സാധനം CO3- ആൻഡ് CO2. ഈ രണ്ട് കേസിലും കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കും. വാട്ട് യു ആർ ഗോയിങ് ടു ഡു? രണ്ട് സ്പീഷീസ് തന്നിട്ടുണ്ട്. CO3-, ഇവിടെ വെറും CO2, ഇവിടെ വെറും CO2, ഇവിടെ CO3- കാർബണേറ്റ് ആയോ? എന്റെ പൊന്നു മക്കളെ ശ്രദ്ധിച്ചോ. ഇങ്ങനെ അവരായിട്ട് മൈനസ് തരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ബ്രാക്കറ്റ് ഇട്ട് അതിനെ പുറത്താക്കണം. അവനായിട്ട് നമുക്കൊരു ചിഹ്നം തരുന്നുണ്ടെങ്കിൽ അത് മൊത്തം കുടുംബത്തിനും അവകാശമുള്ളതാണ്, ഒരാൾക്ക് അവകാശമുള്ളതല്ല. എന്റെ പൊന്നു മക്കളെ ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അവനായിട്ട് ഒരു ചാർജോ ചിഹ്നോ തന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കുടുംബക്കാർക്കും അവകാശമുള്ളതാണ്. ബ്രാക്കറ്റ് ഇട്ട് വെളിയിലാക്കി കളയണം. എത്ര പേര് സമ്മതിച്ചു? സേ യെസ്. എത്ര പേര് സമ്മതിച്ചു? അവരായിട്ട് ഒരു ചാർജ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് മൊത്തം, നമ്മൾ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, അത് മൊത്തം എല്ലാവർക്കും ബാധകമുള്ളതാണ് എന്നുള്ളത്.
പിന്നെ ഒരു ചാർജും തന്നിട്ടില്ലെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട, വെളിയിലൊന്നുമില്ല, ഒന്നും തന്നിട്ടില്ലെങ്കിൽ. അപ്പൊ ഇനി നോക്കിയേ, കാർബണിന്റെ അറിയില്ല, എക്സ് കൊടുത്തു. അപ്പൊ എക്സ് പ്ലസ് ഇവിടെ 3, ഓക്സൈഡിന്റെ -2 നമുക്കറിയാം, ഓക്സൈഡിന്റെ -2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 3 ഇൻറ്റു -2. സാധാരണഗതിയിൽ നമ്മൾ സീറോയിലേക്കാണ് ഇക്വേറ്റ് ചെയ്യുക. ചാർജ് ഒന്നുമില്ലെങ്കിൽ, ന്യൂട്രൽ ആണെങ്കിൽ 0. ഇവിടെ അവൻ മൈനസ് തന്നത് കൊണ്ട് മൈനസിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അവൻ മൈനസ് തന്നത് കൊണ്ട് മൈനസിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. സോ എക്സ് പ്ലസ് 3, ഇതാ മൈനസ് പുറത്തുണ്ട്, -6 is equal to -1. So x is equal to -1, -6 അങ്ങോട്ട് പോകുമ്പോ +6. രണ്ട് വ്യത്യസ്ത ചിഹ്നം വന്നാൽ, പണ്ട് 5ാം ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഡിഫറൻറ്റ് സൈൻ വന്നാൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ടോ, വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ടോ. സോ 6 1 പോയാൽ 5, വലുതിന്റെ ചിഹ്നം പ്ലസ്, സോ ഇറ്റ് ഈസ് +5. ആൻഡ് വാട്ട് അബൌട്ട് ഹിയർ, കാർബണിന്റെ അറിയില്ല എക്സ്, ഓക്സൈഡിന്റെ -2. സോ എക്സ് പ്ലസ് 2 ഇൻറ്റു -2, പുറത്ത് ചാർജ് ഒന്നുമില്ല, പുറത്ത് ചാർജ് ഒന്നുമില്ല. എക്സ് പ്ലസ് 2 ഇൻറ്റു -2, പുറത്ത് ചാർജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് 0, പുറത്ത് ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0. 2 ഇൻറ്റു -2 -4, -4 അങ്ങോട്ട് പോയാൽ +4. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ചോദ്യത്തില് കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4ഉം ഈ ചോദ്യത്തില് കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5ഉമാണ്. എത്ര പേർക്ക് ഈ സാധനം കത്തി? എത്ര പേർക്ക് ഈ സാധനം കത്തി? പ്ലീസ് റെസ്പോണ്ട്. എത്ര പേർക്ക് ഈ സാധനം കത്തി? പ്ലീസ് റെസ്പോണ്ട്. യെസ്, യെസ്, ഗുഡ്, ഗുഡ്, ഗുഡ് ഗോയിങ്, ഗുഡ് ഗോയിങ്. ഐശ്വര്യ, ശ്രീനിധി, ഗുഡ് ഗോയിങ്. ഇനി നമുക്ക് ബാലൻസിങ് സിമ്പിൾ ആയിട്ട് അടിക്കാം. ഇനി നമുക്ക് ബാലൻസിങ് സിമ്പിൾ ആയിട്ട് പൊളിക്കാം. ഇതാ ഇനി ഒരു സാധനം കൂടി സാർ പറഞ്ഞുതരാം. ഹാലജൻസിന്റെ കേസിൽ ചിലപ്പോൾ ക്ലോറിനും ഫ്ലൂറിനും ഒരുമിച്ച് വരും. സോ വാട്ട് യു ആർ ഗോയിങ് ടു ഡു, ഒരാൾ മൈനസും ഒരാൾ പ്ലസും ആവണം, എന്ത് ചെയ്യും? വാട്ട് യു ആർ ഗോയിങ് ടു ഡു? ക്യാൻ എനിവൺ സേ? Can anyone say? ഒരാൾ, രണ്ടും ഹാലജൻ, രണ്ടും ഹാലജൻ, ഇതും ഹാലജൻ, ഇതും ഹാലജൻ. മൈ ഡിയർ സ്റ്റുഡൻസ്, കീപ് ഇൻ മൈൻഡ്, ഫ്ലൂറിന് എപ്പോഴും -1, ഇതറിയാത്തത് കൊണ്ട് എക്സ്. സോ എക്സ് പ്ലസ് -1 ഈക്വൽ ടു പുറത്തൊന്നില്ലാത്ത 0, എക്സ് ഈക്വൽ ടു +1. ഇങ്ങനത്തെ കേസിൽ ക്ലോറിന്റെ +1 വരും. മാത്രമല്ല ഒരു പോയിന്റ് എഴുതി വെക്കുക, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയാണ്. മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്, മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് വിൽ ടേക്ക് നെഗറ്റീവ് ചാർജ്, വിൽ ടേക്ക്. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ, മൂന്നാമത്തെ പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, താഴോട്ട് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി. താഴെ ക്ലോറിൻ, ബ്രോമിൻ അങ്ങനെ വരും. താഴോട്ട് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആൾക്ക് പോസിറ്റീവും, ഫ്ലൂറിന് ഏറ്റവും മേലെ ആയതുകൊണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് അതിന് -1. താഴെയുള്ള ആൾക്ക് പ്ലസ്. യു ഗോട്ട് ഇറ്റ്? ഓൾ ഓഫ് യു പ്ലീസ് റെസ്പോണ്ട്. ഡിഡ് യു ഗെറ്റ് മീ, മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ്. Fluorine greater than chlorine greater than bromine, fluorine greater than chlorine greater than bromine greater than iodine. ഇതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ. ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി അയോഡിൻ ആണ്, ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി അയോഡിൻ ആണ്. അപ്പൊ ഇതിൽ ഏതിനാണോ, ഉദാഹരണത്തിന് നോക്കട്ടെ, ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യട്ടെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ക്ലോറിൻ ആൻഡ് ബ്രോമിൻ, ആർക്ക് മൈനസ് കിട്ടും, ആർക്ക് പ്ലസ് കിട്ടും? പ്ലീസ് റെസ്പോണ്ട്. ക്ലോറിനും ബ്രോമിനും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, ആർക്ക് മൈനസ്, ആർക്ക് പ്ലസ്? ക്ലോറിനും ബ്രോമിനും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, ആർക്ക് പ്ലസ്, ആർക്ക് മൈനസ്? ക്ലോറിനും ബ്രോമിനും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, ആർക്ക് പ്ലസ്, ആർക്ക് മൈനസ്? പ്ലീസ് ടെൽ മീ. പൊന്നു മക്കളെ, ഇയാളാണ് ഏറ്റവും മേലെയുള്ളത്, ഇയാൾ കഴിഞ്ഞിട്ടാ ബ്രോമിൻ വരുന്നത്, മുകളിലുള്ളവർക്ക് മൈനസ് ആണ്. ഇത് -1, മറ്റേത് ഓട്ടോമാറ്റിക്കലി എന്താവും, +1. Now did you get me? Now did you get me? Now did you get me or not? Did you get me or not? Happy? വലിയ റിലീഫ് തോന്നുന്നുണ്ടോ? സാർ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ ഭയങ്കരമായിട്ട് റിലീഫ് തോന്നുന്നുണ്ട്. ഈ ചാപ്റ്റർ ഇനി 2 ബാലൻസിങ് കൂടി നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ ക്ലീൻ, ഫിനിഷ്ഡ്. യെസ്, ഗുഡ്. റിലീഫ് തോന്നില്ലേ? ഇനി കുറച്ച് സാധനങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചാലോ? പെട്ടെന്ന് വേഗം ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചാലോ? വേഗം കണ്ടുപിടിച്ചാലോ? റെഡി? റെഡി? ഹൗ മെനി ഓഫ് യു ആർ റെഡി? ഹൗ മെനി ഓഫ് യു ആർ റെഡി? വേഗം ഒരു 10 മിനിറ്റ് കൂടി, നാളെയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാലൻസിങ് നോക്കാം. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് രാത്രി ഉറക്കൊഴിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിഷം.
ഓക്കെ, അടുത്ത ക്ലാസ് ഇന്ന് ജസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം ചില സാധനങ്ങളുടെ. ഉദാഹരണത്തിന് here we go. KMnO4 പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഇതില് എനിക്ക് ഇതിന്റെ അറിയണം, മാംഗനീസിന്റെ അറിയണം. പ്ലീസ് ഡു ഇറ്റ്, പ്ലീസ് ഡു ഇറ്റ്. A task for you, my dear students. Please do it, please do it. I am waiting. അണ്ടർലൈൻ ചെയ്ത എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ പറയണം. അണ്ടർലൈൻ ചെയ്ത എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ പറയണം. പ്ലീസ് ടെൽ മീ. Come on, come on. നമുക്കറിയാം പൊട്ടാഷ്യത്തിന്റെ അവിടെ നോക്കിയിട്ട് +1 ആണ്, ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽ ആണ്. ഓക്സൈഡിന്റെ -2 ആണ്. ഏതാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന് X കൊടുത്തു. ഇനി വെളിയിൽ ചാർജ് ഒന്നുമില്ല, വെളിയിൽ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സീറോയിലേക്കാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ +1 + X + 4 × -2. 4 × -2 is equal to 0. So 1 + X 4 × -2 -8 is equal to 0. നമ്മൾ അപ്പോൾ 5ാം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചു തന്നത്, 5ാം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചു തന്നത് രണ്ട് വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ, രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ, രണ്ട് ഡിഫറൻറ്റ് സൈൻസ് ആണെങ്കിൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടുക, വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടുക. അപ്പൊ 8ന്ന് 1 പോയാൽ 7, വലുതിന്റെ ചിഹ്നം -. 8ന്ന് 1 പോയാൽ രണ്ട് ഡിഫറൻറ്റ് സൈൻസ്, മൈനസും പ്ലസും. 8ന്ന് 1 പോയാൽ 7, വലുതിന്റെ ചിഹ്നം -. is equal to 0. -7 അങ്ങോട്ട് പോകുമ്പോൾ it will be +7. How many of you got this answer? Manganese in the +7. Is it superb or not? Is it superb or not? Tell me, speed, quick, quick, quick. സാറ് സെറ്റ് ആക്കിയിട്ടേ വിടുള്ളൂ, വെറുതെ തമാശ കളിയില്ല. സാറ് കൈ വെച്ചാൽ പിന്നെ മരിക്കുന്നത് വരെ ആ ടോപ്പിക്ക് മറക്കാൻ പാടില്ല. സാറ് കൈ വെച്ചാൽ പിന്നെ ആ ടോപ്പിക്ക് നമ്മൾ ഒരു കാലത്തും മറക്കില്ല എന്ന് ഉറപ്പുവരുത്താം. എനിക്ക് ആൻസർ കിട്ടി. വെരി ഗുഡ് വിസ്മയ. Here we go with the next question. Next question. Ready? Ready? Yes. Here we go. K2Cr2O7. ഇത് എനിക്ക് ക്രോമിയത്തിന്റെയാണ് കിട്ടേണ്ടത്. I am in search of chromium. Please find out. Please find out the oxidation state of chromium. Please find out the oxidation state of chromium in the given compound. ക്രോമിയത്തിന്റെ കണ്ടുപിടിക്കും. Quick, 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 quick. നെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ നെറ്റ് കഴിഞ്ഞിട്ട് പലരും കട്ടായി പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് 13 എന്നാണ് ആദിത്യ സന്തോഷ് പറയണത്. ഐ തിങ്ക് ദാറ്റ് ഈസ് റോങ്. ദിയ +6 എന്ന് പറയുന്നുണ്ട്, സായുജ് 12 എന്ന് പറയുന്നുണ്ട്. ഇതാ പൊന്നു മക്കളെ ശ്രദ്ധിച്ചോ, ഇങ്ങനെ ക്രോമിയം അണ്ടർലൈൻ ചെയ്താൽ അതിന്റെ അർത്ഥം ക്രോമിയത്തിന്റെ മാത്രം കാണാനാണ്. പൊട്ടാഷ്യത്തിന്റെ നമുക്കറിയാം ഇറ്റ് ഈസ് +1. ക്രോമിയത്തിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ട് X. ഓക്സൈഡിന്റെ നമുക്കറിയാം -2. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പഠിച്ചതെന്നേ ക്വസ്റ്റ്യൻ വരുള്ളൂ, നമ്മൾ പഠിച്ചതെന്നേ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ നോക്കിയേ 2 × 1 + 2 × X, കണ്ട 2 × X + 7 × -2. 7 × -2. മുകളിൽ ചാർജ് ഒന്നുമില്ല, വെളിയിൽ അതൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് സീറോയിലേക്ക് കിട്ടും. അതുകൊണ്ട് സീറോയിലേക്ക് കിട്ടും. 2 × 1 is 2 + 2 × X is 2X. 7 × -2 plus into minus is minus. 7 × 2 is 14 is equal to 0. The രണ്ട് ഡിഫറൻറ്റ് സൈൻ. 14ന്ന് 2 പോയാൽ 12 ആണ്. 14 മൈനസ് ആണ്, 2 പ്ലസ് ആണ്. രണ്ട് ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടുക. 14ന്ന് 2 പോയാൽ 12, വലുതിന്റെ ചിഹ്നം മൈനസ്. സോ 2x ഇവിടെ ഉണ്ട്. 2x - 12 = 0. സോ 2x-നെ അവിടെ തന്നെ നിർത്തി കഴിഞ്ഞാൽ, 2x-നെ അവിടെ തന്നെ നിർത്തി കഴിഞ്ഞാൽ മുകളിലില്ല, കൺഫ്യൂഷൻ ഉള്ളത്. 2x-നെ ഇവിടെ തന്നെ നിർത്തി കഴിഞ്ഞാൽ -12 അങ്ങോട്ട് പോകുമ്പോൾ it will become +12. So x is equal to 12/2 and it is +6. So my dear students, chromium +6. How many of you got this answer? If you got this answer, congratulations. If you didn't get the answer, better luck next time. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. സാർക്ക് വേണ്ടി ഒരു ചോദ്യം കൂടി ചെയ്യാൻ എത്ര പേര് റെഡി? സാർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്യാം. സാർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. സാർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം.
പ്ലസ് 6 is the answer. സാർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാമെന്നാണ് പറയുന്നത്. റെഡി? റെഡി? യെസ്, ഹിയർ വി ഗോ. ഇത് കഴിഞ്ഞാൽ പറ റെഡി എന്ന് പറയാം. കഴിഞ്ഞാൽ റെഡി എന്ന് പറയാം. യെസ്. CrO4 2 മൈനസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോ എന്റെ പൊന്നു മക്കളെ ശ്രദ്ധിക്ക്. ഇങ്ങനെ ചോദ്യം തരുമ്പോ എല്ലാവരും വിചാരിക്കുക ഈ പൊട്ടന്മാര് നമുക്ക് തന്നിരിക്കുന്നത് ഓക്സിജന്റെ -2 ആണെന്ന്. റോങ്. അവര് ക്വസ്റ്റ്യനിൽ ഒരു ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്ത് നിർത്തണം. അത് എല്ലാവർക്കും ബാധകമുള്ള ചാർജാണ്. ഡിഡ് യു ഗെറ്റ് മീ? അവര് നമ്മളെ നന്നാക്കാൻ വേണ്ടി എടാ മക്കളെ നിങ്ങൾക്ക് ഒരു ചാർജും തരില്ല. അവനായിട്ട് ക്വസ്റ്റ്യനിൽ ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ ആ ചാർജ് പുറത്ത് നിർത്തണം. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എത്ര പേർക്ക് സാറ് പറഞ്ഞത് മനസ്സിലായി? അവരായിട്ടൊരു സ്പീഷീസിൽ ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനായിട്ട് ചാർജ് തരില്ല, തരാറില്ല. നമുക്ക് അവനായിട്ട് ചാർജ് തരില്ല, ചാർജ് തരാറില്ല. എന്നിട്ടും അവൻ ചാർജ് തരുന്നുണ്ടെങ്കിൽ അത് മൊത്തം ആളുകൾക്കും ബാധകമുള്ള പുറത്ത് നിൽക്കുന്ന ചാർജാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി? എത്ര പേർക്ക് അത് മനസ്സിലായി? പ്ലീസ് പോസ്റ്റ് ഇൻ ചാറ്റ് ബോക്സ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ക്രോമിയത്തിന്റെ അറിയില്ല എക്സ് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. CrO4 അവര് തന്ന 2 മൈനസ് ഞാൻ പുറത്തിട്ടു. ക്രോമിയത്തിന്റെ അറിയാത്തോണ്ട് എക്സ്. ഓക്സിജന്റെ നമുക്കറിയാം -2. ഓക്സിജന്റെ -2. ഇനി എല്ലാം കൂടി ആഡ് ചെയ്യും. എക്സ് പ്ലസ് 4 into -2 is equal to നമ്മൾ സാധാരണ 0 ആണ് ഇടുക. സാധാരണ 0 ആണ് ഇടുക. പക്ഷെ ഇവിടെ ഇവര് -2 തന്നത് കൊണ്ട് അവന്റെ ചാർജ് അവര് തന്ന ചാർജ് ആണ് ഇടുന്നത്. So x 4 into -2 is -8 is equal to -2. X is equal to -2. ഈ -8 അങ്ങോട്ട് പോകുമ്പോൾ it will become +8. So the final answer x is equal to രണ്ട് ഡിഫറൻസ് സൈൻ. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഡിഫറൻസ് സൈൻ ആണെങ്കിൽ 8 എന്ന് 2 പോയാൽ 6, വലുതിന്റെ ചിഹ്നം പ്ലസ്. ഡിഫറൻസ് സൈൻ ആണെങ്കിൽ വലുതിന്റെ ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടും. ഡിഫറൻസ് സൈൻസ് ആണെങ്കിൽ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടും. അപ്പൊ 8 എന്ന് 6 പോയാൽ 8 എന്ന് 2 പോയാൽ 6, വലുതിന്റെ ചിഹ്നം +6 is the answer. So I think now you got 100% clarity regarding oxidation state, reduction, oxidation, redox reaction. Very good, Sayuj. How many are happy? ഒറ്റ ക്ലാസ് കൂടി ഉണ്ടെങ്കിൽ ബാലൻസിംഗ് എടുത്താൽ സംഭവം സെറ്റ്. ഹാപ്പി? സൂര്യജിത്ത്, മാളവിക, അനുഷ്ക, താങ്ക് യു. ഹാപ്പി? സഞ്ജയ്, ക്ലിയർ? ഇപ്പൊ നല്ല കോൺഫിഡൻസ് വന്നോ? കാരണം ഇപ്പൊ നല്ല കോൺഫിഡൻസ് വന്നു. കാരണം നേരെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ, വിസ്മയ, ശ്രീനിധി, താങ്ക് യു, നേരിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ വി വിൽ, സഫ്വാന, വെരി ഗുഡ്, നമ്മൾ നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ വി വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ കിട്ടുമ്പോൾ സാധനം സെറ്റ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണോ അല്ലയോ? വെരി ക്ലിയർ ആയി സർ. ഓക്കെ, see you in the next class with balancing using oxidation number method and half reaction method. Have a great day. Good night. Thank you so much. Happy studies. Bye bye. See you. Bye bye.